കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് സയൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് 2 പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഒരു തിയറി ക്വസ്റ്റ്യൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, എല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കാറുള്ളതാണ്, നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്നുള്ള ഒരു പ്രോബ്ലം. ഓക്കെ, സോ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സജഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ഡാറ്റ നമുക്ക് തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിറ്റർമൈൻ ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈം. ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക, പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈമും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ഇതിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസിൻ്റെ കോളം കൊടുത്തിട്ടില്ലേ, എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഏരോ മാർക്ക് ഇട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഇനി എ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയിൽ നിന്നും അടുത്ത ആക്ടിവിറ്റി നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി വരയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് സി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം ഡി എന്ന് പറഞ്ഞ ആക്ടിവിറ്റി വരയ്ക്കാം. അപ്പോൾ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്ടിവിറ്റി വരയ്ക്കാം. അപ്പോൾ ഈ ആൽഫബറ്റിക് ലെറ്റേഴ്സിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്, ഏരോ മാർക്ക് ഇട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് എന്ത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ, ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുക്കും. സോ ആ നമ്പറിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ABCD എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്പേഴ്സിൽ കൊടുക്കുന്നതാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രിസീഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രെഡിസിസർ ആക്ടിവിറ്റി എന്താണ്, അല്ലെങ്കിൽ സക്സീഡിങ് ആക്ടിവിറ്റി എന്താണ്. പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിക്ക് മുൻപുള്ള ആക്ടിവിറ്റീനെയാണ് നമ്മൾ പ്രിഡിസിസർ അല്ലെങ്കിൽ പ്രിസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയാം. അപ്പോൾ ബിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്, എ ആണ്. സിയുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഏതാണ്, എ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രിസീഡിങ് അല്ലെങ്കിൽ പ്രിഡിസിസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് ശേഷമുള്ള ആക്ടിവിറ്റീനെയാണ് നമ്മൾ സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറയും. ഇപ്പോൾ എയുടെ സക്സീഡിങ് ആക്ടിവിറ്റി ബിയും സക്സീഡിങ് ആക്ടിവിറ്റി ആണ്, എയുടെ സിയും സക്സീഡിങ് ആണ്. ദെൻ ബിയുടെ സക്സീഡിങ് ഡി സക്സീഡിങ് ബിയുടെ ആക്ടിവിറ്റി ആണ്. ഓക്കെ, ബിയുടെ സക്സീഡിങ് ആക്ടിവിറ്റി ആണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഏതാണ് ആക്ടിവിറ്റി ഏതാണ് ഇവൻ്റ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയഗ്രാം എന്താ പറയുക, ഫിനിഷ് ആയിട്ടില്ല, നമ്മൾ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഇവൻറ്റിൽ നിന്നായിരിക്കണം, 2 ഇവൻറ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അത് എൻഡ് ചെയ്യേണ്ടതും എവിടെയായിരിക്കും, ഒരു ഇവൻറ്റിലായിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം, ആക്ടിവിറ്റിയിൽ തന്നിരിക്കുന്നു എക്ക് മുൻപായിട്ട് ഒരു പ്രെഡിസിസർ ആക്ടിവിറ്റി ഇല്ല. ഓക്കെ, അപ്പം തന്നെ നമുക്ക് എന്ത് മനസ്സിലായി, എ ആണ് അവിടുത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് മനസ്സിലായി. കാരണം അതിന് മുൻപത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് ആദ്യം വരയ്ക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ആക്ടിവിറ്റി വരച്ചു. ദെൻ ഇത് പ്രെഡിസിസർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റിക്ക് മുൻപുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ഈ ഒരു ആക്ടിവിറ്റിക്ക് മുൻപുള്ളതാണ് ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം. അതായത് ഈ ആക്ടിവിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഇതിന് മുൻപത്തെ ആക്ടിവിറ്റി എന്നല്ലേ ഇതിനെ പറഞ്ഞത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ എയിൽ നിന്ന്, അപ്പോൾ ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി വരച്ചു. ദെൻ എയിൽ നിന്ന് എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട്, എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നുണ്ട്. അതായത് ബിയുടെ പ്രിസീഡിങ് എ ആണ്. അതുപോലെ എയിൽ നിന്ന് സിയിലോട്ടും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടൊരു ആക്ടിവിറ്റി പോകുന്നുണ്ട്. അതേപോലെ തന്നെ എയിൽ നിന്ന് സിയിലോട്ടും ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ വരച്ചു, ഈ ഒരു ഇതും വരച്ചു നമ്മൾ. ദെൻ ഫസ്റ്റത്തെ ഐഡിയും വരച്ചു. ദെൻ നെക്സ്റ്റ് എന്താണ്, ബിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നുണ്ട്. ബിയിൽ നിന്ന് വേറെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നുണ്ട്, സിയിൽ നിന്ന് ഇയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ബിയിൽ നിന്ന് നേരെ വരയ്ക്കും, സിയിൽ നിന്ന് നേരെ വരയ്ക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിയിൽ നിന്ന് ഡിയിലോട്ടും പോകുന്നുണ്ട്, സിയിൽ നിന്ന് ഇയിലോട്ടും പോകുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഈ ഡിയും ഇയും കൂടി ഒരുമിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, എഫ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ബിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. കാരണം അത് രണ്ടും അതായത് ഈ ഡീനും ഇനും നമുക്ക് എന്ത് ചെയ്യണം, ഒരുമിപ്പിക്കണം, എന്നാലാണ് നമുക്ക് എഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബിയിൽ നിന്ന് ഡിയിലോട്ട് പോകുന്നുണ്ട് ഒരു ആക്ടിവിറ്റി, അതുപോലെ തന്നെ സിയിൽ നിന്ന് ഇയിലോട്ടും ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, അതിന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയില്ലേ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്, ഡിയും ഇയും ഒരുമിക്കുന്ന പോയിന്റിൽ നിന്ന് എങ്ങോട്ടേക്ക് ഒരു ആക്ടിവിറ്റി പോകുന്നുണ്ട്, എഫ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റിയും കൂടിയും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് കൊടുക്കാം. നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇവൻറ്റുകൾ 1 എന്ന് പറയുന്ന ഇവൻറ്റ്, 2 എന്ന് പറയുന്ന ഇവൻറ്റ്, 3 എന്ന് പറയുന്ന ഇവൻറ്റ്, 4 എന്ന് പറയുന്ന ഇവൻറ്റ്, 5 എന്ന് പറയുന്ന ഇവൻറ്റ്, 6 എന്ന് പറയുന്ന ഇവൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവൻറ്റും കൂടിയും ഫില്ല് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഡ്യൂറേഷൻസ് തന്നിട്ടുണ്ട്, ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡ്യൂറേഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡ്യൂറേഷൻ ഫില്ല് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്ര, 3 ആണ്. സോ നമ്മളിവിടെ ഡ്യൂറേഷൻ ഫില്ല് ചെയ്യാണ് 3. എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 3. ദെൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്രയാണ്, എയിൽ നിന്ന് ബിയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 ഫില്ല് ചെയ്തു. ദെൻ എയിൽ നിന്ന് സിയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്രയാണ്, 7 ആണ്. അപ്പോൾ എയിൽ നിന്ന് സിയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 7. ഓക്കെ, ദെൻ ബിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 ആണ്. സോ ബിയിൽ നിന്ന് ഡിയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10. ഓക്കെ, ദെൻ സിയിൽ നിന്ന് ഇയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്രയാണ്, സിയിൽ നിന്ന് ഇയിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 5 ആണ്. ഓക്കെ, ദെൻ ഡിയിൽ നിന്നും ഇയിൽ നിന്നും, അതായത് രണ്ടും മീറ്റ് ചെയ്യണ പോയിന്റിൽ നിന്ന് എഫിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എത്രയാണ്, എഫിലോട്ടുള്ള ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡ്യൂറേഷനും കൂടിയും ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നെറ്റ്വർക്ക് ഡയഗ്രാമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. ഇനി നമ്മളോട് അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ. ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ് വരയ്ക്കാന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റാർട്ട് ഇവൻറ്റിൽ നിന്നും എൻഡ് ഇവൻറ്റിലേക്ക് എത്താൻ എങ്ങനെയൊക്കെ വഴിയുണ്ടെന്ന് നമ്മൾ നോക്കാം. അതായത് എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ബിയിലോട്ട് പോവാം. ഓക്കെ, പിന്നെ വീണ്ടും റിട്ടേൺ വന്ന് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോവാം, ബിയിൽ നിന്ന് ഡിയിലോട്ട് പോവാം, ഡിയിൽ നിന്ന് എഫിലോട്ട് പോവാം. അതൊരു പാത്താണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് സിയിലോട്ട് പോവാം, റിട്ടേൺ പോകാൻ പറ്റില്ല കേട്ടോ. ദെൻ സിയിൽ നിന്ന് ഇയിലോട്ട് പോവാം, ഇയിൽ നിന്ന് എങ്ങോട്ട് പോവാം, എഫിലോട്ടും പോവാം. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് വരയ്ക്കാം. ആ ഒരു പാത്തുകളുടെ ആ ഒരു ഇതൊന്ന് നമുക്ക് വരയ്ക്കാം. സോ അപ്പോൾ നമ്മൾ പാത്തുകൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് പാത്ത് എന്താ പറഞ്ഞേ, ഇങ്ങനെ പോവാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാം. എ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് എങ്ങനെ പോവാം, ബി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോവാം, ബിയിൽ നിന്ന് എങ്ങോട്ട് പോവാം, ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോവാം. ദെൻ ഡിയിൽ നിന്ന് എങ്ങോട്ട് പോവാം, എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാത്ത് 1 എന്ന് കൊടുക്കാം, പാത്ത് 1. ദെൻ രണ്ടാമത്തെ പാത്ത് നമ്മൾ എന്താ പറഞ്ഞത്, എയിൽ നിന്ന് സിയിലോട്ട് പോവാം, സിയിൽ നിന്ന് ഇയിലോട്ട് പോവാം, ഇയിൽ നിന്ന് എഫിലോട്ട് പോവാം അല്ലേ. അപ്പോൾ എയിൽ നിന്ന് സിയിലോട്ട് പോകാം, അപ്പോൾ എയിൽ നിന്ന് സിയിലോട്ട് പോവാം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, സിയിൽ നിന്ന് എങ്ങോട്ട് പോവാം, സിയിൽ നിന്ന് ഇയിലോട്ട് പോകാം, ഇയിൽ നിന്ന് എങ്ങോട്ട് പോകാം, ഇയിൽ നിന്ന് എഫിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി,
പാത്ത് 2 കിട്ടി. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ then അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും ഡ്യൂറേഷൻ എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് എയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ് നോക്കുക. എയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ദെൻ ബിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ്. ദെൻ ഡിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 ആണ്. ദെൻ എഫിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 + 5 + 10 + 4 ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 22 എന്ന് കിട്ടും അതിൻ്റെ ടോട്ടൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ പാത്തിൻ്റെ നോക്കുക. എയുടെ 3 ആണ്, സിയുടെ 7 ആണ്, ദെൻ ഇയുടെ എന്ന് പറയുമ്പോൾ 5 ആണ്, ദെൻ എഫിൻ്റെ എന്ന് പറയുമ്പോൾ 4 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ 19 കിട്ടി. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് വെച്ചു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാനാണ്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂയിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള പാത്ത് എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇതാണ്, പാത്ത് 1 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണോ ക്രിട്ടിക്കൽ പാത്ത്, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ ക്രിട്ടിക്കൽ പാത്ത് ആ പാത്തിലൂടെ പോകുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് എഴുതാം. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഈക്വൽ ടു ഏതൊക്കെ ആക്ടിവിറ്റീസാ, എ കോമ ബി കോമ ഡി കോമ എഫ്. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ടോട്ടൽ, ആ ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ അതിൻ്റെ ഡ്യൂറേഷൻ്റെ ടോട്ടലിനെയാണ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടൈം അല്ലെങ്കിൽ കംപ്ലീഷൻ ടൈം എന്ന് പറയാം. അപ്പോൾ പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്, പ്രൊജക്റ്റ് കംപ്ലീഷൻ നമ്മൾ ജസ്റ്റ് എഴുതുന്നുള്ളൂ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 22 ആണ് ഇവിടുത്തെ പ്രൊജക്റ്റ് കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നോക്കി നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക, പിന്നെ അവർ ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും ആൻസർ നമ്മൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ക്ലാരിഫൈ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അഭിപ്രായങ്ങൾ എന്തായാലും നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്